അയണ് പഴിപ്പിച്ച് ഒട്ടിക്കാൻ മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ കുറച്ച് സ്ക്രൂ തിരിക്കാനും അറിയണം. അത് ഞാൻ ചുമ്മാ കൈ നെട്ടതാ. സ്റ്റാൻഡ് വെച്ചേക്കുന്നുണ്ട്, ഇതിനകത്ത് വെച്ച് ഒട്ടിച്ചൂടെ? സ്റ്റാൻഡ് പിന്നെ കാണാനാണ് വളഞ്ഞു വെച്ചത്. സത്യം കള്ളമല്ല ഗൈസ് പറഞ്ഞത്, പല്ലി വരെ ചലച്ച് ഉണ്ട്. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു 100 രൂപയ്ക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നൊരു ബോർഡാണ്, ആഡിയോ ബോർഡാണ്. ക്ലാസ് ഡിയുടെ ആഡിയോ ബോർഡാണിത്. ഇതിന് 60 രൂപയാണ് വില. നോർമൽ കോസ്റ്റ് 60 പിന്നെ അതേപോലെ തന്നെ ഇതും ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂളാണ്. ഇതും 30 രൂപ 40 രൂപയുള്ളൂ വില. നമ്മൾ 100 രൂപയ്ക്കുള്ളിൽ ഒതുങ്ങിക്കൊണ്ട് നമ്മളൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിലെല്ലാം പഴയ ഹോം തിയേറ്ററുകൾ കാണും, ഒരു ഉപയോഗം ഇല്ലാതിരിക്കുന്ന സ്പീക്കറുകളും കാണും. അപ്പോൾ അതേപോലൊരു സ്പീക്കറാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതൊരു സാംസങ്ങിൻ്റെ ഒരു സ്പീക്കറാണ്. സാംസങ്ങിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള ഏത് ഭാഗമായാലും മതി, സെൻറ്റർ വേണമെന്നില്ല, ഒരു സ്പീക്കറാണ് വേണ്ടത്. അത് നമുക്കിത് അഴിച്ച് ഇത് ഓപ്പൺ ആക്കണം. ഇതിലാണ് നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കർ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കർ ആക്കാൻ പോകുന്നത് എന്നാണ് അതിൽ പറയാം. അപ്പോൾ ഇതൊന്ന് ഇളക്കാം. സ്പീക്കർ നമ്മൾ ഇളക്കിയിട്ടുണ്ട്, പയ്യെ പൊളിച്ചെടുക്കാം. ഉള്ളിൽ ചെറിയ വയറുകൾ കാണും, അത് ഡിസ്കണക്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് പൊളിച്ചത്. ഇതാണ് സ്പീക്കർ. ഇതാണ് നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കറിന് ആക്കാൻ പോകുന്ന സ്പീക്കർ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. എല്ലാം ഇതിനുള്ളിൽ തന്നെ വെക്കണം. ഇതാണ് അഡീഷണൽ ബാക്കിൽ നിന്ന് വരുന്ന വയർ. ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും, മാറ്റി വെച്ചേക്കാം. പിന്നെ നമുക്ക് വേറെ കണ്ടൻറ്റ് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി വേണ്ടത് ഒരു ബാറ്ററിയാണ്. ബാറ്ററിക്കായിട്ട് പഴയ പവർ ബാങ്കിൻ്റെ ഒരു സെല്ലാണ് ആവശ്യമുള്ളത്. അതിലൊരെണ്ണം നേരത്തെ മുൻകൂട്ടി ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. 3.7 വോൾട്ടിൻ്റെ ഒരു സെല്ലാണ്. ഇനി വേണ്ടത് ഒരു ചാർജിങ് കണക്ടർ, ചാർജ് ചെയ്യാനുള്ളത്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ചാർജ് ചെയ്യുന്നത്. ചാർജിങ്ങും ബാറ്ററി BMS ഇതിൽ തന്നെ വരുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുമാത്രമല്ല ഇതിൽ ചാർജിങ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഒരു കണക്ടറും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടൈപ്പ് C ആണ് യൂസ് ചെയ്യുന്നത്. മാർക്കറ്റ് ടൈപ്പ് C കിട്ടുന്നുണ്ട്, സാധാ V8 കിട്ടുന്നുണ്ട്. ഇത് V8ൻ്റെ കണക്ടറാണ്, ഇത് ടൈപ്പ് C ആണ്. ടൈപ്പ് C ആണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതുകൊണ്ട് ടൈപ്പ് C ആണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ആവശ്യമുള്ളത് സ്വിച്ചാണ്. സ്വിച്ച് നമുക്ക് എവിടെയെങ്കിലും ഹോൾ ചെയ്തിട്ട് സ്വിച്ചും പിടിപ്പിക്കണം, ചാർജിങ് കണക്ടറും പിടിപ്പിക്കണം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ, ബാക്കി പണിയിലോട്ട്. ഇതാണ് മൊഡ്യൂൾ വരുന്നത്. ആദ്യം ഇത് രണ്ടും നമുക്ക് ജോയിൻ ചെയ്യണം. ഇതിൽ തന്നെ എല്ലാം മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് L, റൈറ്റ് കോമൺ, ഗ്രൗണ്ട്. ഇതിലുണ്ട് ഇതിൻ്റെ ആഡിയോ ഇൻപുട്ട് വരുന്നതാണ്. ഈ ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂളിലും വെച്ചിട്ടുണ്ട്, റൈറ്റ്, ഗ്രൗണ്ട്, ലെഫ്റ്റ്. അപ്പോൾ ഇത് മൂന്നുമാണ് ഇതിനകത്ത് കണക്ട് ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ 5 വോൾട്ട്, ഇതിനകത്തും 5 വോൾട്ടിന് കൊടുക്കണം. ഈ 5 വോൾട്ട് നമ്മൾ ഒരുമിച്ച് തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ 2 ബോർഡൂടെ ഒരേ സമയം ഒരുമിച്ച് വെച്ച് ഫിറ്റ് ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ പിന്നെ വയർ നമ്മൾ അഡീഷണൽ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആർക്കും ഉണ്ടാക്കാം. ഇനി വലിയ ഇലക്ട്രോണിക്സിൽ ജ്ഞാനോ ഉണ്ടെന്നോ വേണമെന്നോ ഒന്നും വേണ്ട.
ആർക്ക് വേണമെങ്കിലും ഒരു സാധാരണക്കാരന് വേണമെങ്കിലും ഒരു അയൺ ചൂടാക്കാൻ അറിയാൻ മാത്രം മതി. അയൺ പഴിപ്പിച്ച് ഒട്ടിക്കാൻ മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ കുറച്ച് സ്ക്രൂ തിരിക്കാനും അറിയണം. അത് ഞാൻ ചുമ്മാ കൈ നെട്ടതാണ്. അപ്പോൾ നമ്മൾ വേണ്ട ഈ ബോർഡിൽ ആഡിയോ ഇന്നിനുള്ള 3 പോയിൻറ്റ്, 5 വോൾട്ട് ഇന്നിനുള്ളതും നമ്മൾ ആ കട്ട് ചെയ്ത IC-യുടെ കാല് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ആഡിയോ ബോർഡിലേക്ക് ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ആഡിയോ ബോർഡിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 ഔട്ട് വരുന്നുണ്ട്, റൈറ്റ്, ലെഫ്റ്റ്, ഗ്രൗണ്ട്. ഇതിൽ കറക്റ്റായിരിക്കും റൈറ്റ്, ലെഫ്റ്റ്, ഗ്രൗണ്ട്. അത് അതേപോലെ നമ്മൾ ഇറക്കി വെക്കുക. ജസ്റ്റ് ഞാൻ ഇതേപോലെ ഒന്ന് ചരിച്ച് വെക്കുന്നുണ്ട്. ചരിച്ച് മറ്റേ 5 വോൾട്ടിൻ്റെ ബോർഡിൻ്റെ 5 വോൾട്ടിൻ്റെ അടുത്തോട്ട് ചേർത്ത് വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ഇതിലും 5 വോൾട്ട് ഒരേ സമയം വയറിൽ കൊടുക്കാൻ പറ്റും, മറ്റേതിലും കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ്. കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മളിത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആഡിയോ ഇന്ന് കറക്റ്റായിട്ട് ആഡിയോ ഇന്നിലും 5 വോൾട്ടിൻ്റെതും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. കമ്പി യൂസ് ചെയ്തതിൻ്റെ ഉപയോഗം ഇതാ, ഒരേ സമയം തന്നെ ഇരിക്കും. വയറാണെങ്കിൽ നല്ല ലെങ്തും കാണും. ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാനും പറ്റില്ല. നമുക്കിനിത് സോൾഡർ ചെയ്യാം. നേരത്തെ ഇപ്പോൾ പണിഞ്ഞു വെച്ച സപ്പോർട്ടിലേക്ക് നമ്മളിതൊന്ന് പിടിപ്പിക്കുക. ശേഷം ഒട്ടിക്കുക. ഫൈവ് വോൾട്ടും കറക്റ്റായിട്ട് ഒട്ടിച്ചു. ഇതിനകത്ത് വരാനുള്ള എർത്തിൻ്റെയും കറക്റ്റായിട്ട് ഒട്ടിച്ചു. ഇതിൽ നിന്നുള്ള ആഡിയോ ഔട്ടി ബോഡി കയറാനുള്ളതും കറക്റ്റായിട്ട് ഒട്ടിച്ചു. ഇനി ഇതിനകത്ത് വരുന്ന ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് കൊടുക്കുക, സ്പീക്കർ ലൈൻ. ഈ 2 കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. സ്പീക്കറിൻ്റെ ലൈൻ നമുക്കിനി കൊടുക്കാം. അപ്പോൾ ഇത്തിരി മുമ്പ് ഷൂട്ട് ചെയ്തെല്ലാം ലോസ്റ്റായിപ്പോയി, ക്യാമറ ഓഫായിപ്പോയി ഗൈസ്. അപ്പോൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വയറെടുത്തിട്ട് സ്പീക്കർ ഔട്ടാണ് ഒട്ടിച്ചത്. സ്പീക്കറിൻ്റെ ലെഫ്റ്റ്, റൈറ്റ് 2 സൈഡിലായിട്ട് നമ്മൾ 4 വയർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ബാക്കിയുള്ളത് 5 വോൾട്ട് വോൾട്ടേജിന് മാത്രമാണ്. ഇവിടെ ഒരു വയർ ഒട്ടിക്കാൻ ബാക്കിയുണ്ട്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. സത്യം, കള്ളമല്ല ഗൈസ് പറഞ്ഞത്. പല്ലി വരെ ചലിച്ച് നല്ലപോലെ അങ്ങോട്ട് ഒട്ടിഞ്ഞങ്ങോട്ട് വെക്കുക. സ്റ്റാൻഡ് വെച്ചേക്കുന്നുണ്ട്. ഇതിനകത്ത് വെച്ച് ഒട്ടിച്ചൂടെ? സ്റ്റാൻഡ് പിന്നെ കാണാനാണ് പണിഞ്ഞു വെച്ചത്. അത് കംപ്ലീറ്റ് ആയി. നമുക്ക് ഇതിനകത്ത് വേണ്ടത് 5 വോൾട്ട്. 5 വോൾട്ടിന് വേണ്ടി 2 വയർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്ട്രിപ്പ് ചെയ്യുന്നു, ഒട്ടിക്കുന്നു. 16 വോൾട്ട് 1000 മൈക്രോ ഫാരഡിൻ്റെ ഒരു കപ്പാസിറ്റർ നമ്മൾ ഈ 5 വോൾട്ടിൽ ആഡ് ചെയ്യണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് എന്തെങ്കിലും ഡ്രോപ്പ് ഔട്ട് വരാതിരിക്കാനാണ്. മെയിൻ വോൾട്ടേജ് ഡ്രോപ്പ് ഔട്ട് വരാതിരിക്കാൻ നമ്മൾ ഈ ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്യേണ്ട കാര്യമില്ല, എന്നാലും നമ്മളൊരു എന്താ പറയുന്നത്, അതിന് മുമ്പേ നമ്മളൊരെണ്ണം ചെയ്യുക. നല്ല ബെറ്റർ ആയിരിക്കും. നല്ല ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടി ഇത് നല്ലൊരു 16 വോൾട്ട് 1000 മൈക്രോ ഫാരഡിൻ്റെ ഒരെണ്ണം കപ്പാസിറ്റർ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. എവിടെ? വോൾട്ടേജിൽ. വോൾട്ടേജ് ഇന്ന് പ്ലസ്സും മൈനസും. ഇത് വരുന്നതിന് മൈനസാണ്.
ഇതിപ്പോൾ അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ മൈനസ് ഇട്ടേക്കുന്നത് കണ്ടോ, ഈ ബ്ലാക്ക് സൈഡ്, വൈറ്റ് സൈഡ്, ബാക്കിയുള്ളതെല്ലാം പോസിറ്റീവ് സൈഡ്. അത് പോസിറ്റീവിലോട്ടും മറ്റേത് മൈനസിലോട്ടും ഉറപ്പിച്ചാൽ മാത്രം മതി. അല്ല അതിനകത്ത് വലുതായിട്ട് വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് തറപ്പിക്കാം, വയർ പിടിപ്പിക്കാം. സ്റ്റാൻഡിലൊന്ന് കൊള്ളിച്ചോട്ടെ. വീണ്ടും ഞാൻ പറയാം, ഇത് കാണാനാണോ പണിഞ്ഞ് വെച്ചേക്കുന്നത് നിങ്ങൾ ചോദിക്കരുത്. അപ്പോൾ അത് കഴിഞ്ഞു. പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ അടിച്ചു. ബ്ലൂടൂത്ത് ബോർഡ്, ആഡിയോ ബോർഡ് ഓക്കെ ആയി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ബോർഡിൻ്റെ വർക്ക്. അത് കഴിഞ്ഞു, നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വരുന്നത് ബാറ്ററി ടെർമിനൽ നമ്മൾ പിടിപ്പിക്കണം. നമ്മൾ ചാർജിങ് സോക്കറ്റ് ചെയ്യാനുള്ളത് ഇതും നമുക്ക് ചെയ്യണം. ഇതിൽ വോൾട്ടേജ് കറണ്ട് ഇൻ ചെയ്യാനുള്ള ചാർജിങ് ചെയ്യാനുള്ളതും കൂടെ ചെയ്യണം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞാൽ നമുക്കൊരു സ്വിച്ചും പിടിപ്പിക്കണം ഓൺ ഓഫിന് വേണ്ടിയിട്ട്. ഇതെല്ലാം മാറ്റി വെച്ചു. ഇനി ഇത് മൂന്നുമാണ്. എന്നിട്ട് നമുക്ക് ഈ ബോക്സ് എടുക്കണം. ഈ ബോക്സിൽ നമ്മൾ ഇത് വെക്കണം, സ്വിച്ച് വെക്കണം, ചാർജിങ് കണക്ടർ വെക്കണം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. സ്വിച്ചിനുള്ളത്, ചാർജിങ് കണക്ടറിനുള്ളത്. സ്വിച്ച്, ചാർജിങ് കണക്ടർ. ഒന്ന് ഡ്രിൽ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളത് കുഴിച്ചിട്ടുണ്ട്. ചാർജിങ് കണക്ടർ വെക്കാനുള്ള ചെറിയ ഹോളും അതോടൊപ്പം സ്വിച്ച് വെക്കാനുള്ളതും അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുട്ടികൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച്, ആരെങ്കിലും മുതിർന്നവരുള്ളെങ്കിൽ മാത്രം കണ്ട് ചെയ്യാവൂ. മെഷീൻ അന്നെടുത്ത് ചെയ്തേക്ക്, കട്ട് ചെയ്ത് കയ്യിലും കാലിലും ഒന്ന് കയറ്റി ഒന്ന് വരുത്തി വെച്ചേക്കില്ല. ഇത് നമ്മൾ ചാർജിങ് കണക്ടറും ചെയ്തിട്ടുണ്ട്, ഓൺ ഓഫിനുള്ള സ്വിച്ചും ചെയ്തിട്ടുണ്ട്. പൊടി അത് രണ്ടും നമ്മളിത് ബോക്സിൽ ഫിക്സ് ചെയ്തു. അപ്പം നമ്മൾ ഈ സ്വിച്ചും ഇതും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചയച്ചെടുക്കാം. അപ്പം അത് രണ്ടും ഓക്കെ ആയി. നമുക്ക് ബാറ്ററിക്ക് വേണ്ട വയർ വേണം. ഈ ബാറ്ററിയിലോട്ട് വയർ കണക്ട് ചെയ്യാം. അതിന് മുമ്പ് ഈ ബാറ്ററി നല്ലതാണെന്ന് നോക്കണം. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. എല്ലാവരും ചെക്ക് ചെയ്ത് നല്ല സാധനം വരുമ്പോൾ നമ്മൾ അവിടെ ഇവിടെ ഇങ്ങനെ ചാത്തരടുത്താണ് വരുന്നത്. മൾട്ടിമീറ്റർ വെച്ച് നോക്കാം. മൾട്ടിമീറ്റർ അല്ലെങ്കിൽ നല്ല ബാറ്ററി നിങ്ങളെല്ലാം കാണും വീട്ടിലോ, ഫോണിൻ്റെയൊക്കെ പഴയ ബാറ്ററിയാണ്, നോക്കിയുടെയൊക്കെ. അത് യൂസ് ചെയ്താലും മതി. ഇതിപ്പോൾ ചാർജില്ല. വേറൊരു ബാറ്ററി നമുക്ക് എടുക്കാം. ഇപ്പോൾ 2 ബാറ്ററി ഉള്ളതാണ്. ഒട്ടിച്ചൊട്ടിച്ചിട്ടേക്കാണ് അത്. അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ എടുത്താൽ മതി. അല്ല, ബാറ്ററിയിൽ വോൾട്ടേജ് ഉണ്ട്. ഇപ്പോൾ ഈ 2 ബാറ്ററി ഇരിക്കുന്നത് കമ്പനി അവർ അടിച്ചിട്ടേക്കുന്നതാണ്. നമ്മളിതിൽ തന്നെ വെക്കാം 2 ബാറ്ററി. ബാറ്ററി വെക്കാൻ സ്ഥലമുണ്ടോ? ബാറ്ററി വെക്കാൻ സ്ഥലമുണ്ട്, ഇരിക്കും. ഇങ്ങനെ വെക്കാം അല്ലേ? ഈ ബാറ്ററി നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഈ ബാറ്ററിയാണ് വെക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് ഇവിടെ പ്ലക്കിംഗ് ഒക്കെ കട്ടായി കിടക്കുക. നമുക്ക് വേറൊരു ബാറ്ററി എടുത്ത് നോക്കാം. പഴയ ബാറ്ററിയാണ് ഞാൻ പറഞ്ഞ പഴയ സെല്ല് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്. അടുത്ത സെല്ല് കീറാം. പവർ ബാങ്കിൻ്റെയാണ് ഇതും.
ഇനി ഇതിലേതാ നല്ല ബാറ്ററി നോക്കട്ടെ. ഈ ബാറ്ററിക്ക് ചാർജ് ഉണ്ട്, ഇവിടുത്തെ ബാറ്ററിക്കും ചാർജ് ഉണ്ട്. അപ്പോൾ ഇത് നല്ല ബാറ്ററിയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. 5 ബാറ്ററി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ ഉപയോഗിച്ചു ഇല്ല, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? യോജിക്കുന്നുണ്ടോ? 1200. ബോക്സ് നമ്മൾ എടുത്തിട്ട് നമ്മളിപ്പോൾ അതിനകത്ത് 2 ബാറ്ററി, ഒരു ബാറ്ററി വെക്കാൻ നോക്കി, അത് ചാർജ് ഇല്ലാത്തതുകൊണ്ട് മാറ്റി. ഇപ്പോൾ 2 ബാറ്ററി വെക്കാൻ നോക്കി, അതിൽ ചാർജ് ഇല്ല, ഇപ്പം മാറ്റി. അടുത്ത പവർ ബാങ്കിൻ്റെ കട്ട് ചെയ്തെടുത്ത് ഇപ്പോൾ നമ്മൾ 3 ബാറ്ററിയാണ് വെക്കാൻ പോകുന്നത്. ബാറ്ററി കൂടുന്തോറും സീരിയസ് ആയിട്ടാണ് ബാറ്ററി കണക്ട് ചെയ്തേക്കുന്നത്. 3 വോൾട്ട് മാത്രമേ ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. ഇത് കൂടുന്തോറും ബാറ്ററി കൂടുന്തോറും നമുക്ക് ഇതിൻ്റെ ബാക്കപ്പ് കിട്ടും. 2.6265 ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ചാർജ് ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാം. ഒരു 5 വോൾട്ട് കറണ്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്ത് ബൂസ്റ്റപ്പ് ചെയ്യണം. കൈ പൊള്ളി, നിങ്ങളിങ്ങനെ ചെയ്യരുത്, കൈ പൊള്ളും. കൈ മാത്രമല്ല കറണ്ട് വരെ അടിക്കും. ഇതപ്പോൾ 2.8 വരെ വന്നു. നോമിനൽ വോൾട്ടേജ് നമുക്ക് അത്രയും മതിയാവും. ഇതിപ്പോൾ നമുക്ക് വയർ പൊട്ടിക്കണ്ട, ഇത് ഓക്കെ. വയറും കണക്റ്റായി കിടപ്പുണ്ട്. ബാറ്ററി നമുക്ക് കിട്ടി. ഇനി ചാർജിങ് ബോർഡിൽ ഇതാണ് ബാറ്ററിയുടെ ചാർജിങ്. ഇതിൽ നിന്ന് ഔട്ടെടുക്കണം, ബാറ്ററി കണക്ട് ചെയ്യണം, ആ ചാർജിങ്ങിൻ്റെ സോക്കറ്റും കണക്ട് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ചാർജിങ് സോക്കറ്റ് എടുക്കുക. അതിന് മുമ്പ് നമ്മൾ എന്ത് വേണം, ഇത് ആ ബോക്സിൽ കയറ്റണം. ബോക്സിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തു. ഇനി ഇത് ഒപ്പിക്കാം. സ്വിച്ച് കൂടെ വെച്ചാലോ? നല്ല ഐഡിയ. സ്വിച്ചും കൂടെ പിടിപ്പിക്കാം. അതിനുശേഷം ബോക്സിൽ കറക്കാം. സ്വിച്ച് പിടിപ്പിക്കാൻ 2 വയറ്. ഐസൻ്റെ സൂപ്പർ ക്യാമറ ആയതുകൊണ്ട് വീണ്ടും അത് ലോസായിപ്പോയി, കട്ടായിപ്പോയി, ഓഫായിപ്പോയി. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ വെച്ചത്. സ്വിച്ച് കണക്ട് ചെയ്തു, വയർ കൊടുത്ത് സ്വിച്ച് കണക്ട് ചെയ്തു. ഈ ചാർജ് ചെയ്യാനുള്ള കണക്ടർ നമ്മളതിൽ അടിച്ചിട്ടുണ്ട്. അതോടൊപ്പം BMS ബാറ്ററി ചാർജ് റീചാർജ് ചെയ്യുന്നതിൻ്റെ ബോർഡ് നമ്മൾ ഫിക്സ് ചെയ്ത് അതിൽ ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലിൽ കൊടുത്ത് സ്വിച്ചിൻ്റെ ഒരു ലൈൻ ഈ ബാറ്ററി ടെർമിനലിന് ഔട്ടുള്ളിടത്ത് അതും കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം പെയിൻറ്റിങ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുൻപേ ഉണ്ടായിരുന്ന പഴയ സ്പീക്കറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിൽ സെൻറ്ററിന് കൊടുക്കാനുള്ള. അത് നമുക്ക് എന്താ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബോർഡ് എടുക്കുക. ബോർഡിൽ ലെഫ്റ്റോ റൈറ്റോ ഏതെങ്കിലും ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് 2 ടെർമിനലെടുത്ത് ഇതിനകത്ത് ഒട്ടിക്കുന്നു. അതിനകത്ത് ഒട്ടിക്കുമ്പം നമുക്ക് ഈ 2 ചാനലിൽ ഒരു ചാനൽ നമുക്ക് വെളിയിൽ മറ്റൊരു സ്പീക്കറിനകത്ത് കണക്ട് ചെയ്തും ഉപയോഗിക്കാം. ഒരു സ്പീക്കറല്ല, നമുക്ക് 2 സ്പീക്കറിനകത്ത് ഉപയോഗിക്കാം. സ്പീക്കർ ഉണ്ടെങ്കിൽ, അതില്ലെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി
ബോർഡിലോട്ടുള്ള പവർ. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബാറ്ററി ടെർമിനലിൻ്റെ നെഗറ്റീവിൽ ഗ്രീനാണ് നമ്മൾ നെഗറ്റീവായിട്ട് എടുത്തിട്ടുള്ളത്. ബോർഡിൽ ഗ്രീൻ നമുക്ക് അതേപോലെ തന്നെ ഇതിനകത്ത് ഒട്ടിച്ച് കൊടുക്കാം. അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചാർജിങ് കണക്ടർ അതിനകത്ത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും നമ്മൾ ഫിക്സ് ചെയ്തു. ചാർജിങ് കണക്ടറും ഫിക്സ് ചെയ്തു. ഇനി ഫൈനൽ സെറ്റപ്പ്. ഇതാണ് 2 വയറ്. സ്വിച്ചിൽ നിന്നുള്ള പോസിറ്റീവും ബോർഡിനകത്തു നിന്നുള്ള പോസിറ്റീവും. ഇത് രണ്ടുമാണ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്പീക്കറും കൊടുക്കണം. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പാതി വർക്ക് കഴിഞ്ഞു. അതിന് മുമ്പായിട്ട് നമ്മളിത് സേഫായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ച് വെക്കണം. ഒളിപ്പിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ ഇത് കുലുങ്ങരുത്, അനങ്ങരുത്. അപ്പോൾ ആ രീതിക്ക് നമ്മളിത് എടുത്ത് വെക്കണം. നമുക്ക് ഗ്ലൂ ഉപയോഗിക്കാം. ഗ്ലൂ ഗണ്ണില്ല, അടിച്ചു പോയി. അവരോട്ട് അടിച്ച് കറണ്ട് അടിച്ചാൽ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ലൈറ്ററുണ്ട്. കുറച്ച് അടി അടിക്കണം. കത്തി. നിങ്ങൾ പലതരത്തിൽ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരെണ്ണം ആദ്യമായിട്ടായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ മാത്രമേ കാണാൻ പറ്റൂ. നിങ്ങൾ അഭിമാനിക്കുവിൻ. ഇത് കട്ടായി പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പവറും കൊടുത്ത് ആടിയും കൊടുത്ത് നമ്മൾ ഗ്ലൂ ഗണ്ണിട്ട് ഒട്ടിച്ച്. ഗണ്ണില്ല, ഞാൻ പറഞ്ഞ പോലെ ഇത് സ്റ്റിക്ക് നമ്മൾ തീ വെച്ച് ഉരുക്കി കത്തിച്ചു. ഈ ക്യാമറ എന്തോ സീനുണ്ട് ഗൈസ്. അതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ പറയുന്നത് എന്തോന്ന് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നുണ്ട്. അത് മാത്രം എനിക്കറിയാം. വേറൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ബാറ്ററി നമ്മൾ ഗ്ലൂ ഗണ്ണിട്ട് ഫിക്സ് ചെയ്ത് ഇനി ബോർഡ് സേഫായിട്ട് നമ്മൾ ഉള്ളിൽ താത്ത് വെച്ച് ഇപ്പോൾ എത്ര സമയം നിൽക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല വീഡിയോ, കാരണം അത്രയ്ക്ക് മോശമാണ് അതിൻ്റെ ക്യാമറ. അല്ലാതെ ഒട്ടിക്കുന്നതിൻ്റെ അല്ല, പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്ന പരിപാടിയാണ് എൻ്റെ. അത് കൊള്ളത്തില്ല തന്നെ ഞാൻ പറയും. സ്വിച്ചിനകത്തുള്ള വയറും ബോർഡിനകത്തുള്ള മെയിൻ വയറും ഷോർട്ട് ചെയ്ത് കൊടുക്കാം. വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്പീക്കർ ഒന്ന് കണക്ട് ചെയ്യാം. ഫൈനൽ സ്പീക്കറാണ്. നമ്മളത് 2 എണ്ണം കണക്ട് ചെയ്തു. ഇനി പയ്യെ ഇറക്കി വെക്കാം. സ്പീക്കർ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചാർജ് ചെയ്യാം. ടെസ്റ്റ് ചെയ്തില്ല നമ്മൾ. കുറച്ച് നേരം ചാർജ് ചെയ്യാനിടാം. ഒരു അരമണിക്കൂർ കുത്തിയിട്ടതിന് ശേഷം നമ്മളിത് ചാർജ് ആയിട്ടുണ്ട്. ചാർജിങ് ലൈറ്റ് ഉള്ളിൽ കത്തുന്നുണ്ട്, റെഡ് ലൈറ്റ്. നമുക്കിത് ഡിസ്കണക്ട് ചെയ്യാം. ഇനി ഓണാക്കാം. നമ്മുടെ ബ്ലൂടൂത്ത് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഓൺ ആയിട്ടുണ്ട്. ക്ലോസ് ചെയ്തിട്ടില്ല, നമ്മൾ സ്ക്രൂ അടച്ചിട്ടില്ല. ബ്ലൂടൂത്ത് പെയർ ചെയ്ത് ഒരു മ്യൂസിക് ഇട്ടേക്കാം. എന്താ എടുത്താലും പരസ്യം തന്നെ. You made me realize that you're the only one.
സൗണ്ട് കൂട്ടാം. നല്ല ലൗഡുണ്ട്, അത്യാവശ്യം നല്ല സൗണ്ടുണ്ട്. ഇതൊന്ന് അടയ്ക്കണം. നമ്മൾ പോർട്ട് അഡീഷണൽ വെളിയിലിട്ടത് വേറെ സ്പീക്കർ കൊടുക്കാൻ വേണ്ടിയിട്ട്. വേറെ സ്പീക്കർ ഒന്ന് കൊടുക്കാം. അറിയാൻ പറ്റത്തില്ലായിരിക്കും. ഇതാണ് ഇത് നമുക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാൽ മാത്രം മതി. സ്പീക്കർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് ആവശ്യമായിട്ട് വന്നത് വെറും 100 രൂപയ്ക്കകത്തേ ബോർഡിന് മാത്രം ചിലവായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ഇവിടെ കിടന്നതാണ്. ഇവിടെ ഉണ്ടായിരുന്ന റോ മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച് സ്വിച്ചും ബാറ്ററി പഴയ പവർ ബാങ്കിൻ്റെ ബാറ്ററിയും വെച്ചിട്ടാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ 100 രൂപ ആയിട്ടില്ല, എല്ലാം കൂടെ ഒരു 70 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലെന്താ, 70 രൂപയ്ക്ക് ഒരു ഉപയോഗം ഇല്ലാതെ കിടന്ന സ്പീക്കർ നല്ല അടിപൊളി വർക്കിംഗ് ആയിട്ടുണ്ട്. നല്ല ബാസും നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ ചാർജ് ചെയ്യുന്നത് ഓൺ ഓഫ്. അഡീഷണൽ സ്പീക്കർ കൊടുക്കാനുള്ള 2 പോർട്ട്, രണ്ടുമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബും ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോസാണ് അടുത്തത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.